പണ്ട് ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്താണ് തിയേറ്ററിൽ പോയിട്ട് ആണുങ്ങൾ വല്ലാതെ കരഞ്ഞത് എന്ന് പറഞ്ഞത്. ആണുങ്ങൾ പൊതുവെ ഈ ഇമോഷണൽ സീനുകളൊക്കെ തിയേറ്ററിൽ വരുന്ന സമയത്ത് ഒരു പരിധി വരെ കടിച്ചു പിടിച്ച് നിൽക്കും. പക്ഷെ സ്ത്രീകൾ അവർക്ക് അത്ര സഹനശേഷി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവര് പൊട്ടിക്കരയാറുമുണ്ട്. പക്ഷെ ഈ ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ തിയേറ്ററിനകത്തിരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു എന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് കണ്ട സിനിമയാണ് ആകാശദൂത്. ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ കരയുന്നതൊക്കെ. അപ്പോ കഴിഞ്ഞ ദിവസം വാഴ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടപ്പോഴാണ് കുറേ നാളുകൾക്ക് ശേഷം തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാള് വളരെ വൈകാരികമായിട്ട് ആ സിനിമയുടെ സീനുകൾ സ്വന്തം ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ട് വല്ലാതെ കരയുന്നത് കണ്ടിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് അത്രയധികം കരഞ്ഞ ആ കുട്ടി ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ പ്രായം വെറും 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നത് മാത്രമാണ്. വാഴ എന്ന് പറയുന്ന സിനിമ, വാഴ 2, ആ സിനിമയുടെ ആദ്യ ഹാഫിൽ നമ്മളൊക്കെ സ്കൂൾ കാലഘട്ടങ്ങളിൽ ചെയ്തിരിച്ചിരിക്കുന്ന പോക്കൃത്തരങ്ങളെല്ലാം തന്നെ അതിനകത്ത് കാണിക്കുന്നത്. നമ്മൾ വന്ന വഴികൾ കൃത്യമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ അങ്ങനെയാണ് വന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മളെ വഴികളിലൂടെയൊക്കെ കാണിക്കുന്നുണ്ട്. പഴയ ഗവൺമെന്റ് സ്കൂളിൽ എന്തൊക്കെ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടോ, നമ്മളൊക്കെ പഠിച്ച സ്കൂളുകളിൽ അതെല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. അവിടുത്തെ അധ്യാപകർ എങ്ങനെയായിരുന്നു അതെല്ലാം തന്നെ കൃത്യമായിട്ട് വരച്ചു ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പല അധ്യാപകരെയും പല വിദ്യാർത്ഥികളെയും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ഒരു സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടെയുള്ള കൂട്ടുകാർ പോലും അവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് പോകും. വിദേശ രാജ്യങ്ങളിൽ പോയവർക്ക് ബന്ധുക്കളുടെ മരണത്തിന് പോലും തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ. വിദേശ രാജ്യങ്ങളിൽ പെട്ടുപോയ ആളുകൾക്ക് അവിടുത്തെ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചികിത്സ പോലെയല്ല അവിടെ ചികിത്സയ്ക്ക് വേണ്ടി കാത്തുകെട്ടി നിൽക്കേണ്ട അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നത്. ഈ സിനിമ കൃത്യമായിട്ട് ഈ ആനുകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കുട്ടികൾക്കും കൃത്യമായിട്ട്, അല്ലെങ്കിൽ വളർന്ന് വലിയ ആളുകളായിട്ടുള്ള ആളുകൾക്ക് പോലും ഓരോ കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ തിയേറ്ററിനകത്ത് ഒരു സെക്കൻഡ് ഹാഫ് ഒരു പകുതിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടും സൈലൻസ് ആയി. കാരണം ഓരോ ആളുകളും അവരുടെ ജീവിതത്തിൽ വന്ന വഴികൾ അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും റിലേറ്റ് ചെയ്ത് അവര് അടങ്ങിയിരുന്നിട്ട് പലരും കണ്ണു തുടക്കുന്ന കാഴ്ചകളിലേക്ക് പോയി. പക്ഷെ എന്റെ തൊട്ടപ്പുറം ഇരുന്നൊരു പയ്യൻ ഭയങ്കരമായിട്ട് കാര്യമാണ്. അപ്പൊ അതിനകത്ത് കുറച്ച് ഈ ഗൾഫിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്ന ആളുകളുടെ സീനുകളൊക്കെ കാണിക്കുന്നത് നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. അവരവിടെ പോയിട്ട് ഒരു വെയിലത്ത് കഷ്ടപ്പെടുന്നതൊക്കെ കാണുമ്പോൾ. അപ്പം എന്റെ കൂടെ ഒരു ഡയറക്ടറാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഡയറക്ടറോട് ഞാൻ പറഞ്ഞിടാം, എന്റെ അപ്പുറത്ത് ഇരിക്കുന്ന കുട്ടി വല്ലാണ്ട് കരയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ പിടിച്ചിട്ട് കരയിലാണ്. സീൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഭയങ്കര കരച്ചിൽ. അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴും ഈ കരച്ചിൽ നിൽക്കാം. ഞാൻ ഇവനോട് പറഞ്ഞു, എടാ, ഒന്നുകിൽ ആ കുട്ടിയുടെ അച്ഛനോ ആരോ ഇതേപോലെ ഗൾഫിലോ എവിടെയോ നന്നായിട്ട് ഒരു വെയിലത്ത് ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അച്ഛനില്ല. അങ്ങനെ എന്തോ ഒരു സാധനം. കാരണം അങ്ങനെ 2 സീനുകൾ ആ പടത്തിൽ റിലേറ്റബിൾ ആയിട്ട് നമുക്ക് അത്രയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന 2 സീനുകളുണ്ട് ആ പടത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ അതായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ അച്ഛനില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറേ നേരമായിട്ട് കാര്യമായിട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പയ്യനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച്. അപ്പൊ ഞാൻ ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ തലയ്ക്ക് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോനേടാ, ഇത് സിനിമയാണ്, ഇത് നീ ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് ഉള്ളിലേക്ക് എടുക്കരുത്. ഇത് സിനിമയാണ്, സിനിമയുടേതായ വഴിക്ക് വിടണം. നീ നിന്റേതായ രീതിയിൽ ചിന്തിക്ക്, സിനിമയാണ് കാണുന്നത് എന്ന് ആ ഒരു ചിന്തയിൽ നീ പടം കാണുന്ന പറയുമ്പോൾ ഒരു രക്ഷയില്ല. അവൻ ആ പടം കഴിയുന്നത് വരെ ഇരുന്ന് കരഞ്ഞു. അപ്പൊ ഞാൻ അവസാനോട് ചോദിച്ചു, എന്താ കൊണ്ട് അച്ഛൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ വീട്ടിലുണ്ടെന്നത്. അപ്പം എനിക്കൊരു സമാധാനമായി. അതല്ല, പക്ഷെ അതിനകത്ത് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തെ കുറിച്ചുള്ള വലിയ സീനുകളുണ്ട്. അപ്പം ഒന്നുകിൽ അവന്റെ ആ അമ്മ അങ്ങേറ്റത്തിരിക്കുന്നുണ്ട്, തൊട്ട് നടുക്ക് അനിയത്തിയിരിക്കുന്നുണ്ട്. ഒന്നുകിൽ അവനും അനിയത്തിയും തമ്മിൽ ഭയങ്കര അടിയായിരിക്കും. പക്ഷെ അവന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സ്നേഹം അനിയത്തിയോട് ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ഉള്ളിലൊരു സ്നേഹം എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും സീനുകൾ കാണുമ്പോൾ നമുക്കത് ഇമോഷണലി നമ്മളും അതിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ വാഴ 2 എന്ന് പറയുന്ന സിനിമ എല്ലാവരും കാണണം. ആ പയ്യൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മോനെ, സിനിമയാണ്, ജീവിതമായിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ വാഴ 2 എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ മിസ് ചെയ്യരുത് ആരും. കാരണം പഴയ വാഴ 1ഉം വാഴ 2ഉം തമ്മിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. വാഴ എന്ന് പറയുന്ന ഒരു സാധനം, വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്ന കഥകളൊക്കെ മാറി, അതിൻ്റെ ആ കോൺസെപ്റ്റ് തന്നെ മാറി. വാഴ 2 എന്ന് പറയുന്ന സിനിമ വന്നതോടുകൂടി എന്തായാലും സിനിമ എല്ലാവരും കാണുക. വളരെ മികച്ച ഒരു സിനിമയാണ്. ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാ അഭിനന്ദനങ്ങളും.